ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നയനയുടെ തല ദേവയാനി തോർത്തി കൊടുക്കുന്നത് മുത്തശ്ശി കാണുന്നുണ്ടല്ലോ. അത് കാണുമ്പോഴത്തേന് ദേവയാനി ഉടനെ പറയുന്നുണ്ട്, ഞാൻ ഇവളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ഇങ്ങനെ ചെയ്തത്. ഇവൾ വല്ല പനിയും പിടിച്ച് ഇരുന്നാൽ അവൾ പെട്ടെന്ന് അങ്ങ് വീട്ടിൽ പോവും. പിന്നെ എൻ്റെ മോൻ്റെ സങ്കടമൊക്കെ എനിക്ക് കാണാനൊന്നും വയ്യ, അതുകൊണ്ട് മാത്രം ചെയ്തത്, അല്ലാതെ അമ്മ വിചാരിക്കുന്ന പോലെ ഇവളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല എന്ന് പറഞ്ഞ് ദേവയാനി അങ്ങ് അകത്തേക്ക് പോവും. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, എന്തൊക്കെയായാലും ദേവയാനിക്ക് മോളോട് സ്നേഹമൊക്കെ ഉണ്ടെന്ന്. ഉടനെ നയന പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല മുത്തശ്ശി, തല തോർത്തി തന്നുകൊണ്ടിരുന്നപ്പോൾ പോലും അമ്മ എന്നെ കുറ്റപ്പെടുത്തിയിട്ടേ ഉള്ളെന്ന്. ഇല്ല മോളെ, അവൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടെന്ന് പറയും. അതല്ല അമ്മ മുത്തശ്ശി, അതെ മുത്തശ്ശിക്ക് അറിയാമല്ലോ, അമ്മയ്ക്ക് വലിയൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതല്ലേ, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതിൻ്റെ കാരണമായിരിക്കും ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇനി മോളെങ്ങാനുമാണോ കരൾ കൊടുത്തതെന്ന് ദേവയാനി അറിഞ്ഞു കാണുമോ എന്ന് മുത്തശ്ശി പറയുന്നുണ്ടല്ലോ. അന്നേരം നയന പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഇല്ല മുത്തശ്ശി, അത് അമ്മ അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പം അച്ഛനോടും ആദർശേട്ടനോടും ഒക്കെ ചോദിക്കത്തില്ലായിരുന്നു, അതുകൊണ്ട് അറിയാൻ യാതൊരു വഴിയില്ല. ഇനി ഞാനെന്നാ ചെല്ലട്ടെ മുത്തശ്ശി, കോലം വരയ്ക്കാനുള്ളതാണെന്ന് പറഞ്ഞ് നയന അകത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം മുത്തശ്ശീനെ സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണത്. പിന്നീട് നയന ചെന്ന് മുറ്റത്ത് കോലമൊക്കെ വരയ്ക്കുകയാണ്. ആ സമയത്താണ് ദേവയാനി അങ്ങോട്ട് വരുന്നത്. ദേവയാനി കുറച്ച് നേരം നോക്കി നിൽക്കുന്നുണ്ട് നയനയ്ക്കിട്ട്. എന്നിട്ട് മനസ്സിലോർക്കാണ്, എന്ത് ഭംഗിയായിട്ടാണ് എൻ്റെ മരുമോള് ഇങ്ങനെ കോലമൊക്കെ വരയ്ക്കുന്നത്. ഞാൻ എന്തായാലും ഭാഗ്യവതിയാണ്, രാവിലെ എഴുന്നേറ്റ് കുളിയും കഴിഞ്ഞ് മുറ്റത്ത് കോലം വരയ്ക്കുന്ന മരുമോളാണല്ലോ എനിക്ക് കിട്ടിയത്. ഇതൊക്കെ ഞാൻ അറിയാൻ ഒരുപാട് വൈകിപ്പോയല്ലോ. എന്തായാലും എൻ്റെ മകനും ഭാഗ്യവാനാണ് എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് നിൽക്കുമ്പോഴത്തേന് നയന കാണുന്നുണ്ട് ദേവയാനി അവിടെ നിൽക്കുന്നത്. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, അമ്മ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ എന്ന്. എൻ്റെ മോളെ, നീ എന്ത് ഭംഗിയായിട്ടായി കോലം വരയ്ക്കുന്നതെന്ന് ദേവയാനി പറയുന്നുണ്ട്. ഇപ്പോഴാണോ അതിനൊക്കെ ഭംഗി തോന്നി തുടങ്ങിയതെന്ന് നയനയും ചോദിക്കും. അതല്ല മോളെ, ഞാനിത് കുറച്ച് നാളായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മോളെ, ഞാൻ തിരിച്ചറിഞ്ഞ സമയം തൊട്ട് ഞാനിതൊക്കെ ആസ്വദിക്കാൻ തുടങ്ങിയതാണ്, പിന്നെ പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളെന്ന് പറയും. പിന്നെ പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് നടക്കാൻ പോയാലോ എന്ന്. ആദർശേട്ടൻ എഴുന്നേറ്റില്ല അമ്മയെ, ചിലപ്പോൾ എഴുന്നേറ്റാലോ എന്നൊക്കെ പറയും. അവൻ എഴുന്നേക്കത്തൊന്നുമില്ല, മോള് വാ, ആദ്യം ഞാൻ പോകാം, അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ മോള് വന്നാൽ മതിയെന്ന് പറയും. എന്നാൽ ഞാൻ റെഡിയാകാമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ചിലപ്പം വല്ലവരും കണ്ടുപിടിച്ചാലോ എന്നൊക്കെ നയന സംശയിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും വരത്തില്ല മോളെ, ആര് കണ്ടുപിടിക്കാനാ, മോള് പോയി റെഡി ആയിട്ട് വാ, ഞാൻ ഇപ്പോൾ അങ്ങ് പോകുമെന്ന് പറഞ്ഞിട്ട് ദേവയാനി അകത്തേക്ക് അങ്ങ് പോകുന്നുണ്ട്. നയന മുറിയിൽ ചെല്ലുമ്പോഴത്തേന് ആദർശ് നല്ല ഉറക്കത്തിലാണ്. അന്നേരം ഒച്ച കേൾപ്പിക്കാതെ നയന എന്ന് അലമാരി തുറന്ന് ഡ്രസ്സൊക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ആദർശിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, എൻ്റെ പ്രിയ ഭർത്താവ് ഉറങ്ങിക്കോ, ഞാൻ എൻ്റെ അമ്മായിയമ്മയുടെ കൂടെ ഒന്ന് നടന്നിട്ടൊക്കെ വരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ ഒച്ച ഉണ്ടാക്കാതെ തന്നെ വാതിലടച്ചിട്ട് ഇറങ്ങി അങ്ങ് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ദേവയാനി നയനയും കൂടെ ട്രാക്ക് സൂട്ടൊക്കെ ഇട്ട് നടന്ന് പോവുകയാണ് പാർക്കിനകത്തൂടെ. അപ്പം നയന പറയുന്നുണ്ട്, അമ്മ ആരെങ്കിലും കാണുമോ എന്നൊക്കെ. ആര് വരാനാ മോളെ, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇതുപോലെ മോളുമായിട്ട് നടക്കാനും ഇരിക്കാനും ഒക്കെ, അത് ആണ് ഞാനിപ്പോൾ സാധിച്ചെടുക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആദർശേട്ടനെങ്ങനെ ചിലപ്പോൾ വന്നാലും അമ്മയെന്ന് നയന പറയും. അവൻ വരത്തില്ലെന്നാണ് ദേവയാനി പറയുന്നത്. നമ്മളെന്നാ അമ്മ ഇനി ഇങ്ങനെയുള്ള ഒളിച്ചുകളിയൊക്കെ നിർത്തി ശരിക്കും എല്ലാവരുടെ മുമ്പിൽ വെച്ച് സ്നേഹിക്കുന്നതെന്നൊക്കെ നയന ചോദിക്കുന്നുണ്ട്. അപ്പം ദേവയാനി പറയുന്നുണ്ട്, അതിനൊക്കെ ഒരു കാരണമുണ്ട് മോളെ, എന്ത് ചെയ്യാനാ, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അങ്ങനെ സ്നേഹിക്കാൻ നമുക്കിപ്പോൾ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഒരു കാര്യമുണ്ട്, എൻ്റെ മരുമോള് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമുള്ളെന്നൊക്കെ പറയും. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആദ്യമൊക്കെ ഇഷ്ടക്കേട് കാണിക്കുന്ന പോലെ നിന്നിട്ട് പിന്നെ അവർ പറഞ്ഞതനുസരിച്ച് ഏട്ടനും ആദർശവും ഒക്കെ പറഞ്ഞതനുസരിച്ച് ഞാൻ മാറുന്നതായിട്ട് വേണമെങ്കിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റും. അന്നേരത്തേന് അതിനൊരു എൻഡിങ് ഒക്കെ വരുമല്ലോ. അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ, മോളൊരു അമ്മയാകണം. അങ്ങനെയാണെങ്കിൽ ആ മരുമോളെ സ്നേഹിക്കാതിരിക്കാൻ അമ്മായിമ്മമാർക്ക് പറ്റത്തില്ലല്ലോ. ആ പേരും പറഞ്ഞ് നമുക്ക് പതുക്കെ അങ്ങ് സ്നേഹിച്ച് തുടങ്ങാമെന്നൊക്കെ ദേവയാനി പറയും. അതാണേ മോള് സാധിച്ചു തരുന്നുമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേന് നയനയ്ക്ക് നാണമൊക്കെ വരുന്നുണ്ടെങ്കിലും ഒന്നും പറയുന്നൊന്നുമില്ല. പിന്നെ അവർ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറയുകയാണ്. അപ്പം ദേവയാനി പറയുന്നുണ്ട്, മോളുടെ കൂടെ എപ്പോഴും ഇരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് പറയും. അന്നേരം നയനയും പറയുന്നുണ്ട്, എനിക്കും അത് തന്നെയാണ്, ഓഫീസിൽ ചെന്നാലും എനിക്ക് എത്രയും പെട്ടെന്ന് അമ്മയുടെ അടുത്ത് എത്തണമെന്നേ ഉള്ളെന്ന് പറയും. അപ്പം ദേവയാനി
പറയും, മോളെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തിരിച്ച് വരുന്നോടം വരെ എനിക്കങ്ങ് ടെൻഷനാണ്, നിങ്ങൾ തിരിച്ച് വന്നു കഴിഞ്ഞാലേ എനിക്കൊരു സമാധാനമാകത്തുള്ളൂ എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും കാണാതിരിക്കാൻ പറ്റാത്ത പരുവത്തിലുള്ള സ്നേഹമാണെന്നൊക്കെ ഇവർ പറയുകയാണ്. ആദർശ് എഴുന്നേൽക്കുമ്പോഴത്തേന് ചായ ആയിട്ട് വരുന്നത് മുത്തശ്ശിയാണ്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, കണി കാണുന്നത് ഇന്ന് ഭാര്യയല്ല കേട്ടോ, എന്നെയാണെന്ന്. അപ്പം ആദർശ് പറയുന്നുണ്ട്, ഞാൻ നേരത്തെ തൊട്ടേ മുത്തശ്ശിയല്ലേ കണ്ണി കണ്ടുകൊണ്ടിരുന്നത്, അതിനെന്താ മുത്തശ്ശി എന്ന് പറയും. പിന്നെ നയന എന്ത് ചെയ്യുന്നു ചോദിക്കുന്നുണ്ട്. അവൾ നടക്കാൻ പോയി മോനെ, പിന്നെ ഇവിടുന്ന് വേറൊരാളൂടെ നടക്കാൻ പോയിട്ടുണ്ടെന്ന് പറയും. അതാരാന്ന് ചോദിക്കും. അവളുടെ അമ്മായിയമ്മയെന്ന് പറയും. അമ്മ നടക്കാൻ പോകുന്നുണ്ടോ, എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ, വൈകിട്ടേ പറയേണ്ടതല്ലായിരുന്നോ, നയനയും പറഞ്ഞില്ലെന്നൊക്കെ പറയും. അതെന്തായാലും അറിയത്തില്ല, എന്തായാലും അമ്മായിയമ്മ പോയ പുറകെ മരുമകളും പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. മുത്തശ്ശനാണ് ഇപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിലൊക്കെയാണല്ലോ, അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒരു ഭയമായ പോലാണ്. നേരത്തെ ഒരു സ്വഭാവമൊന്നും മുത്തശ്ശൻ ഇപ്പോൾ ഇല്ല. നിങ്ങളെയൊക്കെ ഒരു ഭയത്തോടെയാണ് നോക്കുന്നത്. നിങ്ങളുടെയൊക്കെ വാക്കിന് എതിര് പറയാൻ പോലും മുത്തശ്ശനാകുന്നില്ല മോനെ. അതുകൊണ്ട് ഞങ്ങൾക്കാകെ ഒരു ആശ്വാസമെന്ന് പറയുന്നത് നയനമോളാണ്. ഇവിടെ വന്ന 2 മരുമക്കളെക്കാട്ടിലും കൊച്ചുമക്കളെക്കാട്ടിലും ഞങ്ങൾക്കിഷ്ടം നയനമോളെയാണെന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. പിന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നയനയും ദേവയാനിയും കൂടെ സ്നേഹത്തോടെ കഴിയുന്നത് കാണണമെന്നാണെന്നും മുത്തശ്ശി പറയുന്നുണ്ട്. പിന്നെ എന്തായാലും മോനെ നീ ഭാഗ്യവാനാണ്, നിനക്ക് നയനമോളെ പോലൊരു സുന്ദരി കുട്ടിയെ, നല്ലൊരു സ്വഭാവമുള്ള പെൺകുട്ടിയെ നിനക്ക് കിട്ടിയല്ലോ, അത് തന്നെ നിൻ്റെ ഭാഗ്യമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ മുത്തശ്ശനാണെങ്കിൽ എല്ലാവരെക്കാട്ടിലും ഇഷ്ടം നയനമോളെയാണ് എന്ന് പറയും. അപ്പം ആദർശ് ചോദിക്കുന്നുണ്ട്, അപ്പം മുത്തശ്ശിക്കോ എന്ന്. എനിക്കും അങ്ങനെ തന്നെയാണ്, എനിക്ക് നയനമോള് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ആ തങ്കക്കട്ടിയെ ആർക്കമ്മോനെ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങ് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അപ്പോൾ ആദർശ് അവിടെ നിന്ന് ചിന്തിക്കുന്നുണ്ട്, നീ ആൾ കൊള്ളാവല്ലോടി, ഇവിടെ ജനിച്ചു വളർന്ന ഞങ്ങളെക്കാട്ടിലും അമ്മയെക്കാട്ടിലും ഒക്കെ ഏറ്റവും ഇഷ്ടം ഇവിടെ എല്ലാവർക്കും ഇപ്പം നിന്നെയാണല്ലോ, നീ കൊള്ളാം കേട്ടോ, നീ ഒരു സംഭവം തന്നെയാണെന്നൊക്കെ മനസ്സിലോർക്കുന്നുണ്ട്. നയനയും ദേവയാനിയും വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുകയാണ് പാർക്കിൽ. അന്നേരത്തേന് നയന പറയുന്നുണ്ട്, അമ്മ നമുക്കിനി ഒരു റൗണ്ട് കൂടെ നടന്നിട്ട് അങ്ങ് പോയേക്കാമെന്ന്. ഇനി എന്നാൽ പിന്നെ മോള് പറഞ്ഞ പോലെ തന്നെ ഒരു റൗണ്ട് നടക്കാമെന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങോട്ട് നടക്കാൻ തുടങ്ങുമ്പോഴാണ് ആദർശ് കയറി വരുന്നത്. അപ്പോൾ നയന പറയുന്നത്, ആദർശേട്ടൻ വരുന്നെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് മാറുക എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് മാറും. അപ്പോൾ ദേവയാനി കൂളായിട്ട് ഒന്നും അല്ലാത്ത പരുവത്തിൽ സൈഡിൽ കൂടെ ഒക്കെ നടന്നു വരുമ്പോഴത്തേന് ആദർശിനെ കാണുന്നുണ്ട്. നീ നടക്കാൻ വരുന്നുണ്ടായിരുന്നോ, ഞാൻ അറിഞ്ഞില്ലായിരുന്നൊക്കെ പറയും. അമ്മ എന്നെ കൂടെ വിളിച്ചിട്ട് വരണ്ടായിരുന്നോ, അവൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. അല്ല നയന ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞ്, ഞാൻ കണ്ടില്ല അവളെയൊന്നും, പിന്നെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞപ്പോഴത്തേന് അവൾ ചിലപ്പോൾ അങ്ങ് മാറിപ്പോയി കാണുമെന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. എനിക്ക് അവളെ കാണുന്നത് ഒട്ടും ഇഷ്ടമില്ലെന്ന് അവൾക്കറിയാമല്ലോ, അത് കാരണം അവൾ ഇവിടെ വന്നിട്ട് കുറച്ച് നേരമൊക്കെ നടന്ന് കാണുമായിരിക്കും, എന്നെ കണ്ടപ്പോഴത്തേന് അങ്ങ് പോയതായിരിക്കുമെന്ന് പറയും. എന്നിട്ട് ചുറ്റും നോക്കുന്നൊക്കെ ഉണ്ട്, എൻ്റെ മോൾ എന്ത് ചെയ്യും, എവിടെ പോയെന്നൊക്കെ. അന്നേരം ആദർശ് ചോദിക്കുന്നുണ്ട്, അമ്മ ആരെയും തിരക്കുന്നത്? ഞാൻ ആരെയും തിരക്കില്ല, ചുമ്മാ ഒന്ന് നോക്കിയെന്നേ ഉള്ളെന്നൊക്കെ പറഞ്ഞ് ഇവർ പതുക്കെ നടക്കുകയാണ്. അന്നേരം ഇനി എന്നാൽ നടക്കണ്ട, നമുക്ക് പോയേക്കാമെന്ന് ദേവയാനി പറയുന്നുണ്ട്. അമ്മ എന്നാലും ഒരു ട്രിപ്പ് കൂടെ നടന്നിട്ട് പോകാമെന്ന് പറഞ്ഞ് ആദർശ് അമ്മയും കൂട്ടി കുറച്ച് നേരമൊക്കെ നടന്നിട്ട് പിന്നെ വണ്ടിയിലിട്ട് കയറുകയാണ്. നയന അപ്പോഴത്തേക്ക് നടന്ന് റോഡെ ഇങ്ങനെ വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്താണ് ആദർശും ദേവയാനിയും കൂടെ ഉള്ള കാറ് വരുന്നത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നയനയല്ലേ പോകുന്നെന്ന്. അന്നേരം നയനെ കണ്ടു കഴിയുമ്പോഴത്തേന് ദേവയാനിക്ക് ആശ്വാസമാകുന്നുണ്ട്. എൻ്റെ മോൾ ഒരുപാട് നടന്നതാ തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും, എനിക്കറിയത്തില്ല, അവളാണോ എന്ന് ചോദിക്കും. അമ്മയ്ക്ക് എന്നെ കണ്ണ് കണ്ടുകൂടി, അവളാതെന്ന് പറയും. എന്നിട്ട് വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ആദർശ് പറയുന്നുണ്ട്, നീ വണ്ടിയിലോട്ട് കയറാൻ. ഉടനെ നയന പറയും, വേണ്ട ഞാൻ കയറുന്നില്ല, ഞാനിവിടെ വരെ നടന്നില്ല, ഇനി അങ്ങ് നടന്നോളാം എന്ന് പറയും. അപ്പോഴത്തേനുണ്ട് ദേവയാനി ചോദിക്കും, എന്താ ഞാനിവിടെ ഇരിക്കുന്നതുകൊണ്ടാണോ, ഞാൻ വേണേൽ പുറകോട്ട് ഇറങ്ങി ഇരുന്നേക്കാവെന്ന് പറയും. അതൊന്നും വേണ്ട, അമ്മ അവിടെ തന്നെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് നയന ഉടനെ പുറകെ കയറിയിരിക്കുന്നുണ്ട്. അന്നേരം ആദർശ് ചോദിക്കുന്നുണ്ട്, നീ അമ്മയെ കണ്ടില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കും. ഞാൻ കണ്ടില്ലായിരുന്നു പറയും. ഇവിടെ അടുത്തൊരു വെജിറ്റബിൾ ജ്യൂസ് കിട്ടുന്ന കടയുണ്ട്, നമുക്കവിടെ പോയി ഓരോ ജ്യൂസ് കുടിച്ചിട്ട് പോകാമെന്ന് ആദർശ് പറയുന്നുണ്ട്. അന്നേരത്തേന് ദേവയാനി പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ട ജ്യൂസൊന്നും, അതല്ലമ്മേ കരളിന് നല്ലതാണെന്ന് പറയും. അന്നേരത്തേന് ഉടനെ ദേവയാനി പറയുന്നുണ്ട്, എന്നാൽ നിൻ്റെ ഭാര്യയ്ക്ക് മേടിച്ച് കൊടുക്കാനായിട്ട്, അവക്കല്ലല്ലോ കരളിന് കംപ്ലൈൻറ്റ്, അമ്മയ്ക്കല്ലേ, അതുകൊണ്ട് അമ്മ കുടിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയും. അപ്പം നയനയ്ക്കും ചിരി വരുന്നുണ്ട്, എന്നാൽ ദേവയാനിക്കും ചിരിയൊക്കെ വരുന്നുണ്ട്. നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊന്നും ഉണ്ടാക്കാതെ ഇരിക്കണം അമ്മ എന്നൊക്കെ പറയും. അന്നേരം നയന ഇരുന്ന് ചിരി
ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയും, കണ്ടോ അവൾക്കൊരു പ്രശ്നമില്ല, അവളിരുന്ന് ചിരിക്കുന്ന കണ്ടോ എന്ന് പറയും. ആ അമ്മ മാത്രമുള്ളൂ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേന് ദേവയാനി ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് നയനെ അപ്പം ചിരിച്ചുകൊണ്ട് നോക്കിയിരിക്കുകയാണ് ദേവയാനിയെ. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.